ഓക്കെ, ഫ്ലട്ടർ കോഡ് ജേണിയുടെ ഒരു ന്യൂ ട്യൂട്ടോറിയൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലിസ്റ്റ് വ്യൂവിനെ കുറിച്ചാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് വ്യൂ ഫ്ലട്ടറിൽ ചെയ്യാം. ഒരു സിമ്പിൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ് വ്യൂ ഡോട്ട് സെപ്പറേറ്റഡ്, അതായത് ഓരോ ലിസ്റ്റും തമ്മിൽ ഒരു ഡിവൈഡർ ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ദെൻ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ, നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ലോഡ് ചെയ്യുന്നു. പിന്നെ കസ്റ്റം, ലിസ്റ്റ് വ്യൂ ഡോട്ട് കസ്റ്റം എന്ന് പറഞ്ഞിട്ട് കസ്റ്റം എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ലിസ്റ്റ് വ്യൂ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ലിസ്റ്റ് ടൈൽസ് ആയിട്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ അതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ആപ്പ് ബാർ ക്രിയേറ്റ് ചെയ്യുവാണ്. ആപ്പ് ബാറിൻ്റെ ടൈറ്റിലായിട്ട് ആപ്പ് ബാറിൻ്റെ ടൈറ്റിലായിട്ട് ടെക്സ്റ്റ് മൈ ലിസ്റ്റ് ഓഫ് പെറ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മെയിൻ ക്ലാസ്സിലേക്ക് നമ്മുടെ ഹോം പേജ് ലോഡ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന മൗസ് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് ബാർ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു എലിവേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. അതുപോലെ സെൻറ്റർ ടൈറ്റിൽ ട്രൂ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് താഴെ എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കോളത്തിൽ ഞാൻ പറഞ്ഞു താഴെ നമുക്ക് എലമെൻറ്റ്സ് വിഡ്ജറ്റ്സിനെ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് കോളത്തിൽ ജസ്റ്റ് ഒരു കോളം മാത്രം എടുത്തിട്ട് താഴെ എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്കത് സ്ക്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റാത്തവരും അപ്പോൾ എറർ കാണിക്കും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു കോളത്തിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ വിളിക്കുവാണ്. അതിൻ്റെ വിഡ്ത്ത് എന്തെങ്കിലും ജസ്റ്റ് കൊടുക്കാം. 50 കൊടുത്തു. അതുപോലെ ഹെയ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി കളറും കൂടെ ഒന്ന് കൊടുത്ത് നോക്കാം. ജസ്റ്റ് കളർ എന്തെങ്കിലും കൊടുക്കുക. കളേഴ്സ് ഡോട്ട് ഗ്രീൻ എന്തെങ്കിലും കൊടുക്കാം. ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇനി സെയിം തന്നെ നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. Ctrl+C Ctrl+V ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹെയ്റ്റ് ഒരു 150 ആക്കി കൊടുക്കാം. അപ്പം അധികം കോപ്പി പേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്യാം. Ctrl+S ക്ലിക്ക് ചെയ്തൊന്ന് സേവ് ചെയ്യാം. ഇവിടം വരെ വന്നുള്ളൂ. ഓക്കെ, ഹെയ്റ്റ് അഗെയിൻ ഒരു 500 അത്രയാക്കി കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഇവിടെ ഓവർഫ്ലോ പ്രോബ്ലം വന്നിട്ടുണ്ട്. ഓരോ കണ്ടെയ്നറും ഇതിപ്പോൾ എല്ലാം സെപ്പറേറ്റ്. ഇപ്പോൾ നമ്മളൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എല്ലാം അടുത്തടുത്തിരിക്കണമെന്നുള്ളൂ. അപ്പോൾ പാഡിംഗ് ഒരു പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്താൽ ഓക്കെ, കണ്ടോ, ഇത് ഫസ്റ്റത്തെ 550. ഓക്കെ, താഴേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടെയ്നറും അതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓവർഫ്ലോ പ്രോബ്ലം, നമുക്ക് താഴെയുള്ള എലമെൻറ്റ്സ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് വ്യൂ എന്നൊരു വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് സ്ക്രോളബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ കോളത്തിനെ നമുക്ക് എന്താണ് റാപ്പ് വിത്ത് വിഡ്ജറ്റ് ലിസ്റ്റ് വ്യൂന്ന് കൊടുത്താൽ, ഓക്കെ, ലിസ്റ്റ് വ്യൂവിൻ്റെ ചിൽഡ്രൻ ആയിട്ടാണ്. ലിസ്റ്റ് വ്യൂവിൽ നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചിൽഡ്രൻ ആക്കി കൊടുക്കാം. ചിൽഡ്രന് ഇവിടെ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ആക്കി കൊടുക്കാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് സ്ക്രോളബിൾ ആണ്. അതായത് ആ ഒരു ഓവർഫ്ലോ പ്രോബ്ലം ഇല്ലാതായി. കണ്ടോ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് വ്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു UI ചെയ്യാം.
അപ്പം ഞാൻ ഈ കോളത്തിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, കോഡൊന്ന് അലൈൻ ചെയ്ത് കൺട്രോൾ ഓൾട്ട് എൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ കോളത്തിൻ്റെ നേരെയുള്ള ഈ മൈനസ് ഉണ്ടോ, ഈ മൈനസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ആ കോളം കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു യു ഐ ചെയ്യാം. അതിനായിട്ട് ഇപ്പം നിങ്ങൾ ഈ വാട്സപ്പിൻ്റെയൊക്കെ ഒരു യു ഐ കണ്ടിട്ടില്ലേ, അതുപോലെ ദാ ഇതുപോലെ ഒരു യു ഐ എങ്ങനെ ചെയ്യാം നോക്കാം. ഇതിന് പറയുന്നത് ലിസ്റ്റ് ടൈൽ എന്നാണ്. ലിസ്റ്റ് ടൈലായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു ലീഡിംഗ് എന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇത് ലീഡിങ്, ഇതതിൻ്റെ ടൈറ്റിൽ, ഇത് സബ് ടൈറ്റിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഇത് ട്രെയിലിങ് ഐക്കണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു യു ഐ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിസ്റ്റ് ടൈൽ എന്നൊരു വിഡ്ജറ്റാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ലിസ്റ്റ് വ്യൂവിൻ്റെ താഴെ വന്നിട്ട് നമ്മൾ എന്താണ് ഒരു ലിസ്റ്റ് ടൈല് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് ടൈൽ. ഇതിൻ്റെ ടൈറ്റിലായിട്ട് എന്താണ് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ടൈറ്റിലായിട്ട് നമുക്ക് ടെക്സ്റ്റ്, നമ്മളെന്താ പെറ്റ്സിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് എന്താണ് ക്യാറ്റ്സ് എന്ന് കൊടുക്കാം. അതുപോലെ കൺട്രോൾ സി കൺട്രോൾ വി ചെയ്തിട്ട് കുറച്ചുകൂടെ ലിസ്റ്റ് ടൈൽസ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി കോഡൊന്ന് അലൈൻ ചെയ്യാം. കൺട്രോൾ ഓൾട്ട് എൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും സേവ് ചെയ്യാം. കൺട്രോൾ എസ് ഫോർ ഹോട്ട് റീസ്റ്റാർട്ട്. ഓക്കെ, ഒരു കണ്ടെയ്നർ താഴെ കിടക്കുന്നുണ്ടല്ലോ, ഇത് പോയില്ലായിരുന്നോ? ഓക്കെ, ദാ ഇപ്പോൾ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ക്യാറ്റ്സിന്, ഓക്കെ, ഡോഗ്സ്, പിന്നെ ഏതൊക്കെയാണ് പെറ്റ്സ്, റാബിറ്റ്, ഗോട്ട്, കാട്ട്സ്, ഇനി എന്താണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ടർട്ടിൽ. ഇനി നമുക്ക് ഈ ലിസ്റ്റ് ടൈലിൻ്റെ എന്താണ് സബ് ടൈറ്റിലായിട്ട്, ഓക്കെ, ഒരു സബ് ടൈറ്റിൽ കൊടുക്കാം. സബ് ടൈറ്റിലായിട്ട് ടെക്സ്റ്റ് എന്താ കൊടുക്കുക, ഓക്കെ, പെറ്റ്സ് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ടൈലിന് ഇനി ഓരോ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി കൊടുക്കുക കേട്ടോ. ആവശ്യമാണെങ്കിൽ സ്റ്റൈലിൽ നമുക്ക് കളറും ഫോൺ സൈസും ഫോൺ വെയ്റ്റും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ടൈറ്റിൽ സബ് ടൈറ്റിൽ കൊടുത്തു. ഇനി എന്താണ് ലീഡിങ് ആയിട്ട്, ലീഡിങ് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരാനായിട്ട് നമുക്ക് ഇമേജ് കൊടുക്കാം. അതിന് സർക്കിൾ അവതാറിനകത്ത് ഒരു പ്രൊഫൈൽ ഇത് കൊടുക്കാനായിട്ട് സർക്കിൾ അവതാർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ കളർ കൊടുക്കാം. കളേഴ്സ് ഡോട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇമേജ് ആണെങ്കിൽ ഇമേജ് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ഇമേജ് കൊടുക്കാം, അസെറ്റ് ഇമേജ് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അസെറ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇമേജ് ഒരെണ്ണം കൊടുക്കാം, ഇമേജ്. ഓക്കെ, ഈ ഇമേജ് എൻ്റെ പാത്ത് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് അസെറ്റ് ഇമേജ് എന്ന് കൊടുക്കുക. നമ്മൾ ഇമേജ് ഡോട്ട് അസെറ്റ് ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് എന്നാണ് നേരത്തെ ചെയ്യാൻ പഠിച്ചത്. അതുപോലെ തന്നെ അസെറ്റ് ഇമേജ് നെറ്റ്വർക്ക് ഇമേജ് അങ്ങനെ കൊടുത്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അസെറ്റ് ഇമേജ് ആയിട്ട് എന്താണ് ഞാൻ ഇതിൻ്റെ പാത്ത് കൊടുത്തു. ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, സർക്കിൾ അവതാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന അസെറ്റ് ഇമേജ് വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇമേജ് ആണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണേൽ കൊടുക്കാം. ഓക്കെ, ഇനി ട്രെയിലിംഗ് ഐക്കൺ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ വരാനായിട്ട് ട്രെയിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കോൾ ചെയ്യാം. ട്രെയിലിങ്ങിനകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഐക്കൺ കൊടുക്കാം. ഐക്കൺസ് ഡോട്ട് എന്താണ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക. ഓക്കെ, ഐക്കണിന് കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കളേഴ്സ് ഡോട്ട് കൊടുക്കുക.
ഇതാ നമ്മുടെ ട്രെയിലിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഐക്കണും ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐക്കണല്ല ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് താഴോട്ടൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ലീഡിങ് ഇതുപോലെ വേറെ വേറെ ഐക്കൺസ് എന്തെങ്കിലും കൊടുക്കുക. ഐക്കൺസ് ഡോട്ട് ആരോ കൊടുക്കാം. ആരോ കൊടുക്കണമെങ്കിൽ ആരോ കൊടുക്കാം. ഓക്കെ, ഫോർവേഡ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടൈലിനൊന്ന് കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്, ടൈൽ കളർ. ഓക്കെ, ടൈൽ കളറിനകത്ത് എന്താണ് കളേഴ്സ് ഡോട്ട് എന്ത് കളറാണ് കൊടുക്കുക? യെല്ലോ കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ആ ടൈലിന് കളറ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പാഡിങ്, അതായത് ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് നമുക്ക് വേണം. അങ്ങനെ സ്പേസ് വേണമെങ്കിൽ ഈ ലിസ്റ്റ് വ്യൂവിന് മൊത്തത്തിൽ നമുക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് വ്യൂവിനെ പാഡിങ് വെച്ചിട്ട് റാപ്പ് ചെയ്യാം. ഒന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു 8 വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നും പ്രത്യേകം പ്രത്യേകം വേണമെങ്കിൽ ഇവിടെ ഡോട്ട് ഓൺലി കൊടുത്തിട്ട് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി ഈ സർക്കിൾ അവതാറിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇമേജ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിലും കൂടെ നമുക്ക് ഈ സർക്കിൾ അവതാറിൻ്റെ അകത്ത് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇമേജ് ജസ്റ്റ് ആ കോഡൊന്ന് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് സർക്കിൾ അവതാറിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. റേഡിയസ് ഇപ്പോൾ ഒരു 25 കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് നമുക്ക് ജസ്റ്റ് കളേഴ്സ് ഡോട്ട് ട്രാൻസ്പെറൻ്റ് എന്ന് കോൾ ചെയ്യാം. ഇനി സർക്കിൾ അവതാറിൻ്റെ ചൈൽഡായിട്ട് നമുക്ക് കണ്ടെയ്നറിനെ വിളിക്കാം. ഓക്കെ, കണ്ടെയ്നറിൽ ബ്രാക്കറ്റ്സ് ഇടുക. ഡെക്കറേഷനായിട്ട് എന്താണ് ബോക്സ് ഡെക്കറേഷൻ. അതിൻ്റെ അകത്ത് ഷേപ്പ് നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടെയ്നർ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സർക്കിള്, ഓവല്, അതുപോലെ സ്ക്വയർ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഷേപ്പായിട്ട് എന്താണ് നമുക്ക് സർക്കിൾ ഷേപ്പിലാണ് വേണ്ടത് അല്ലേ. സോ ബോക്സ് ഷേപ്പ് എന്ന് പറയുന്നത് ഡോട്ട് സർക്കിൾ എന്ന് വിളിക്കാം. ഇനി കോമ, അടുത്തത് ഇമേജ്. കണ്ടെയ്നറിനകത്ത് നമുക്ക് ഇമേജ് വേണം. ഇമേജിനകത്ത് നമ്മൾ വിളിക്കുന്നത് ഡെക്കറേഷൻ ഇമേജ് എന്ന് പറഞ്ഞ് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, വേറൊരു വിഡ്ജറ്റാണ്. ഡെക്കറേഷൻ ഇമേജ് എന്ന് കോൾ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഡെക്കറേഷൻ ഇമേജിൻ്റെ അകത്ത് എന്താണ് ഇമേജ്, ഒന്നും കൂടെ ഇമേജ് എന്ന് കോൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ അസറ്റ് ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, അസറ്റ് ഇമേജിൻ്റെ പാത്ത് ഓക്കെ, Ctrl+C Ctrl+V പാത്ത് നമ്മൾ കൊടുത്തു. ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് അത് കറക്റ്റ് സർക്കിളിൽ ഫിറ്റ് അല്ല അല്ലേ. അപ്പം അങ്ങനെ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഫിറ്റ് ബോക്സ് ഫിറ്റ് ഡോട്ട് എന്താണ് കവർ കൊടുക്കാം. ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ബോക്സിനകത്ത് അത് സേവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സർക്കിൾ അവതാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഈ കണ്ടെയ്നർ ബോക്സ് കുറച്ചൊന്ന് എന്താ പറയുക, സർക്കിൾ അവതാർ അവിടെ ഉണ്ട്. ഓക്കെ, കണ്ടെയ്നർ നമുക്ക് പാഡിങ് ഒന്ന് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാന്ന്. പാഡിങ് 8 ആണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഇതാ ഇവിടെ നമ്മൾ ആ ഇമേജ് കുറച്ചൊന്ന് ചുരുങ്ങി അല്ലേ. സർക്കിൾ അവതാർ ട്രാൻസ്പെറൻ്റ് ആണ്, അത് മാറ്റിയിട്ട് വൈറ്റ് എന്ന് ആക്കാം. ഒന്ന് സേവ് ചെയ്യാം. ഇതിപ്പോൾ
വൈറ്റ് കളറ് സർക്കിൾ അവതാറിനകത്താണ് നമ്മൾ നമ്മുടെ ഇമേജ് കൊടുത്തിരിക്കുന്നത്. 8 വേണ്ട, ഒരു 2 ആക്കാം. ഇപ്പോൾ എന്താണ് കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ള UI അല്ലേ? ഇതവിടെ ഒരു ചെറിയ ഒരു ഏത് കളറാണോ ആ കളർ കൊടുക്കുക. ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ടുള്ളൊരു ലിസ്റ്റ് വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ലിസ്റ്റ് ടൈലും ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ. ഓക്കെ, ഇനി കുറച്ചും കൂടെ നമുക്ക് ലിസ്റ്റ് ടൈൽസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാ കണ്ടോ, ഇതിപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ടുള്ളൊരു ലിസ്റ്റ് വ്യൂ അല്ലെങ്കിൽ ലിസ്റ്റ് ടൈൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനിയുണ്ട് ലിസ്റ്റ് സെപ്പറേറ്റഡ് ഉണ്ട്, ബിൽഡർ ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉടനെ ഡാർട്ടിൻ്റെ ട്യൂട്ടോറിയൽ സീരീസും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.